രാജൻ കേസിനെ പരാമർശത്തെ തുടർന്ന് കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ പകരക്കാരനായിട്ട് വന്നത് AK ആൻ്റണി ആയിരുന്നു. എന്നാൽ ചിക്കമംഗ്ലൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് PK വാസുദേവൻ നായർ അനുകൂലമായി പ്രതികരിക്കുകയും അപ്പോൾ EMS പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ ഇത് ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങണം, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറിയായിട്ട് വരുമ്പോഴും ജനങ്ങൾക്കിടയിൽ CPI ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കാനത്തിൻ്റെ വാ മൂടിക്കെട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എവിടെയെങ്കിലുമൊക്കെ ഇത് വീതം വെപ്പ് നടന്നാൽ പോലും ആ ശരിയായ സമയത്ത് അത് വിട്ടുകൊടുക്കാൻ CPM തയ്യാറാകുന്നതുമില്ല. കൊല്ലത്ത് തന്നെ ഈ അടുത്ത സമയത്തൊക്കെ നടന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. മാറേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രസന്ന ഏണസ്റ്റ് പിന്നെയും ഒരു വർഷം വരെ വീണ്ടും മേയറായിട്ട് തുടരുകയായിരുന്നു. ആയിരത്തി 1980-കളിൽ കേരളത്തിൽ രൂപം കൊണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർന്നുള്ള ഇക്കണ്ട കാലത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഒരു വർഷമായിരിക്കും ഒരുപക്ഷെ 2026. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ UDFൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മൊത്തം കോൺഗ്രസ്സിന് ക്ഷീണം സംഭവിച്ചപ്പോൾ കേരളത്തിൽ മാത്രം കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് വളരെ മെജോറിറ്റിയോട് കൂടിയിട്ട് അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ K കരുണാകരനായിരുന്നു സ്വാഭാവികമായിട്ടും അന്നത്തെ മുഖ്യമന്ത്രി. തുടർന്ന് രാജൻ കേസിനെ പരാമർശത്തെ തുടർന്ന് കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ പകരക്കാരനായിട്ട് വന്നത് AK ആൻ്റണി ആയിരുന്നു. എന്നാൽ ചിക്കമംഗ്ലൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് CPIയിലെ PK വാസുദേവൻ നായർ എന്ന സംശുദ്ധനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് മറുവശത്ത് പ്രതിപക്ഷത്ത് EM ശങ്കർ നമ്പൂതിരിപ്പാട് ഇടതുപക്ഷ മുന്നണി എന്നുള്ളൊരാശയം മുമ്പോട്ട് വെക്കുകയും അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ അവിടെയും ഇവിടെയുമൊക്കെ നടന്നു വരികയും ചെയ്തത്. അതിൻ്റെ അപ്പുറത്തോട്ട് ചർച്ചകൾ നടന്നു വരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് കാര്യമായിട്ടുള്ളൊരു നീക്കം അതിനുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് PK വാസുദേവൻ നായർ അനുകൂലമായി പ്രതികരിക്കുകയും അപ്പോൾ EMS പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ ഇത് ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങണം, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം, രാജിവെച്ചിട്ട് CPI പുറത്തു വരണമെന്ന് പറഞ്ഞു. ഏത് വിധേനയും CPMമായി യോജിച്ചു പോകണം അല്ലെങ്കിൽ ലയിക്കണം എന്നുള്ള ആഗ്രഹം അന്നും ഇന്നും CPIയുടെ ഒരു പ്രഖ്യാപിത നിലപാടാണ്. അപ്പോൾ ആ നിലപാട് അന്നും ഉണ്ടായിരുന്നതുകൊണ്ട് മുമ്പും പിമ്പും നോക്കാതെ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും CPI മന്ത്രിസഭയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളൊരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. തുടർന്ന് ഇന്ന് ഈ 2025 വരെ മാറിയും തിരിഞ്ഞും പല ഘട്ടങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായി CPI ജയിക്കുകയും മന്ത്രിമാരുണ്ടാവുകയും ഒക്കെ ചെയ്തെങ്കിലും അവർക്ക് കരുണാകരൻ്റെ മന്ത്രിസഭയിലും PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ CPIക്ക് കിട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേട്ടവും പിന്നീട് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള സത്യമാണ്. അന്ന് മന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകൾ പലതും കൈകാര്യം ചെയ്തിരുന്നത് CPI ആണ്. അതിനുശേഷം ഇന്ന് വരെ CPIക്ക് ഒരു ആഭ്യന്തര വകുപ്പോ ധനകാര്യ വകുപ്പോ ഒന്നും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വകുപ്പും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനം ഒരു കാലത്തും സ്വപ്നം കാണാൻ പറ്റാത്തൊരു മരീചികയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാലാകാലങ്ങളിൽ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിക്കുമ്പം അത് തിരുത്താൻ വെളിയം ഭാർഗവൻ, CK ചന്ദ്രപ്പൻ അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ CPIക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറിയായിട്ട് വരുമ്പോഴും ജനങ്ങൾക്കിടയിൽ CPI ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കാനത്തിൻ്റെ വാ മൂടിക്കെട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് CPIയുടെ ഭാഗത്തുനിന്ന് CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എല്ലാ വഴി തെറ്റിയുള്ള പോക്കുകൾക്കും
നിശബ്ദ സാക്ഷിയായി മാത്രം നിൽക്കാനുള്ളൊരു ഗതികേട് കാനത്തിനുണ്ടായി. അതിനുശേഷം ബിനോയ് വിശ്വം വന്നു. രാഷ്ട്രീയമായി വളരെ അറിവും പക്വതയും എല്ലാമുള്ളൊരു നേതാവാണെങ്കിലും CPIയെ പോലുള്ളൊരു സമരതീഷ്ണ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPIയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടന്ന പല ജില്ലകളിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്ത വിഷയം CPM മുന്നണി ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വരണമെന്നുള്ളതാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ അക്കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. അതിനവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി CPIയുടെ ASFൻ്റെയും AYFൻ്റെയും ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെയും ക്യാമ്പസുകളിലും തെരുവുകളിലും ഇട്ട് CPMൻ്റെ DYFIയും SFIയും ഒക്കെ പേപ്പട്ടിയെ പോലെ തല്ലുന്നൊരു സാഹചര്യം നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് ഒരു പ്രധാന വകുപ്പുകളും ഈ മന്ത്രിസഭയിൽ CPIക്ക് കൊടുത്തിട്ടില്ല. കൃഷി വകുപ്പും മറ്റതേപോലെയൊക്കെ കൊച്ചു വകുപ്പുകളാണ് കൊടുക്കുന്നത്. ആഭ്യന്തര വകുപ്പ്, ധനകാര്യം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും കൊടുത്തില്ലെങ്കിലും ഈ ആകെക്കൂടി കൊടുക്കുന്നത് റവന്യൂ വകുപ്പ് കൊടുത്ത് അവരെ വായടപ്പിച്ചിരുത്തുകയാണ് CPM ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ഒന്നാം LDF സർക്കാരും രണ്ടാം LDF സർക്കാരും CPIയുടെ കൂടെ പിന്തുണയോട് കൂടിയിട്ടാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിലും ഈ രണ്ട് ഗവൺമെൻറ്റുകളും ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എന്നല്ലാതെ ഒന്നാം LDF സർക്കാർ എന്നോ രണ്ടാം LDF സർക്കാർ എന്നോ പറയാൻ CPM തയ്യാറാകുന്നില്ല. ഈ വക കാര്യങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ട് ഉള്ളൊരു ചർച്ചയ്ക്ക് പാർട്ടിക്കകത്ത് അവസരമുണ്ടാക്കിയിരിക്കുകയാണ്. ഈ ചർച്ച ഏത് രീതിയിൽ മുമ്പോട്ട് പോകുമെന്നുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരിക്കും. അതൊരു പക്ഷേ CPIയുടെ മന്ത്രിസ്ഥാനത്തു നിന്നുള്ള ഈ LDFിൽ നിന്നും പുറത്തുപോയി ഒരു കോൺഗ്രസുമായി ചേർന്ന് ഒരു മുന്നണി ബന്ധം പുതുതായിട്ട് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. രാഷ്ട്രീയ മേഖലകളിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യവും കൂടുണ്ട്. ഈ പണ്ട് അച്യുതമേനോനെയും കൊണ്ടുവന്നിട്ട് അച്യുതമേനോന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അതുപോലെ മുന്നണിയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടി കോൺഗ്രസ് ആയിരുന്നെങ്കിലും PK വാസുദേവനാർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അതുപോലെ CPI പറയുന്നത് അവരുദ്ദേശിക്കുന്നത് ബിനോയ് വിശ്വത്തിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കോൺഗ്രസ് പുറകിൽ നിന്ന് ഭരിക്കാം. പാർട്ടി മന്ത്രിസഭയിൽ ചേർന്നുകൊണ്ട് തന്നെ, എന്നാലും മുഖ്യമന്ത്രി സ്ഥാനം ബിനോയ് വിശ്വത്തിന് കൊടുത്തുകൊണ്ടുള്ളൊരു സംവിധാനവും അണിയറയിൽ ആ ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് ഡോസായി മാറിക്കൂടുന്നില്ല. ഇപ്പോഴും തന്നെ CPIയെ സംബന്ധിച്ചോളം അവർക്ക് മുമ്പ് 2 MP ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ഇപ്പോൾ അവർക്ക് കേരളത്തിൽ നിന്ന് ഒരു MP കണ്ടിട്ടുള്ള കാലം പോലും മറന്നുപോയി. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനകത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് പാർട്ടി ഒരുപാട് പുറകോട്ട് പോവുകയാണ്. പിന്നെ പല ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ഒക്കെ CPM പിടിച്ചെടുക്കുകയാണ് ആ സ്ഥാനങ്ങളൊക്കെ. എവിടെയെങ്കിലുമൊക്കെ ഇത് വീതം വെപ്പ് നടന്നാൽ പോലും ആ ശരിയായ സമയത്ത് അത് വിട്ടുകൊടുക്കാൻ CPM തയ്യാറാകുന്നതുമില്ല. കൊല്ലത്ത് തന്നെ ഈ അടുത്ത സമയത്തൊക്കെ നടന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. മാറേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രസന്ന ഏണസ്റ്റ് പിന്നെയും ഒരു വർഷം വരെ വീണ്ടും മേയറായിട്ട് തുടരുകയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് CPIയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വിലയിരുത്തലിന് വിധേയമാക്കേണ്ട വിഷയമായിരിക്കും. കാര്യം അവർക്ക് ഈ പറയുന്ന പോലെ ഒരു മുൻഗണന കിട്ടുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും CPM തന്നെ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പം അവരുടെ കൂടെ നിൽക്കുന്ന CPIയുടെ കാര്യം വിശേഷിച്ച് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾക്ക് ഈ 2026 പൊതു തെരഞ്ഞെടുപ്പിൽ ചിത്രം വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ.